ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു ഡേ ലൈഫ് വ്ലോഗാണ് കേട്ടോ. നമ്മളുടെ കേക്കിൻ്റെ എല്ലാ വർക്കും, ഡിസൈനിങ്ങും, കേക്ക് ഡെലിവറിയും, പിന്നെ നമ്മളുടെ കേക്ക് മെറ്റീരിയൽസിൻ്റെ ഒരു കുട്ടി പർച്ചേസും ഒക്കെ ആയിട്ട് നമ്മളുടെ ഈ ദിവസത്തെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് എന്ന് പറയുന്നത് ഒരു 2 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ 2 കേക്കാണ് കൊടുക്കാനുള്ളത്. നമ്മളുടെ കഴിഞ്ഞ ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ 2 കേക്ക് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഈ കേക്ക് രണ്ടും ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷന് പോയത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഫിനിഷ് കോട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ രണ്ടും 2 kg സ്ക്വയർ കേക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് നമ്മളുടെ അടുത്ത് തന്നെ കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് നമുക്ക് കുറച്ചെന്ന് വെച്ചാൽ എറണാകുളത്ത് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ നല്ല ടൈം എടുക്കും പോകാനായിട്ട് പിടിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര സംഭവം നടന്നൊരു ദിവസം കൂടിയിട്ടാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ വഴിയെ പറയാം കേട്ടോ, കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഞാനപ്പോൾ കുറച്ച് താമസിച്ച് പോയി എണീറ്റപ്പോഴേക്കും, കാരണം തലേ ദിവസം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്തിയപ്പോൾ കുറച്ച് എത്തിയപ്പോഴും വൈകി, എണീറ്റപ്പോഴും വൈകി. അപ്പോൾ പെട്ടെന്ന് വർക്കെല്ലാം തീർത്ത് വയ്ക്കുവാണ് കേട്ടോ. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല, കാരണം കേക്ക് സെറ്റാണല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്താൽ മതി. അപ്പോൾ 2 കേക്കിലും ടോപ്പിംഗ് ആയിട്ട് ചോക്ലേറ്റിൻ്റെ ഗനാഷൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കുവാണ്. ഞാൻ ആദ്യം ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചോക്ലേറ്റ് ട്രഫിളും ഇപ്പോൾ കാണിക്കുന്നത് 2 kg സ്പാനിഷ് ഡിലൈറ്റും ആണ് കേട്ടോ. അതിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴേക്കും അങ്ങനെ എന്തൊക്കെയോ മാറിപ്പോയതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ചോക്ലേറ്റ് ട്രഫിൾ. അപ്പോൾ നമുക്ക് 2 kg ചോക്ലേറ്റ് ട്രഫിളും 2 kg തന്നെ സ്പാനിഷ് ഡിലൈറ്റും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് ഞാൻ പുറത്ത് വൈറ്റ് ക്രീം കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ടോപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പോൾ 2 കേക്കും ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും നമ്മളുടെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്ത ഡിസൈൻസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ റെഡിയാക്കുവാണ്. ഇങ്ങനെ ഒരു ഫ്ലോറൽസ് ഇതിൽ ഫുൾ വൈറ്റ് ആയിരുന്നു, വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ ഫുള്ളായിട്ട് വൈറ്റിൽ തന്നെ നെയിമും ബാക്കി എല്ലാം ഒരു ഗ്രീൻ ലീഫ് പോലും കൊടുക്കാതെ ഫുള്ളായിട്ട് നമ്മളെല്ലാം വൈറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 2 kg സ്ക്വയർ കേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തീരുന്ന ഡിസൈനൊക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്, ഇതും കസ്റ്റമർ തന്ന ഡിസൈൻ അതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. ബ്ലോക്ക് എന്ന് വെച്ചാൽ 3/4 മണിക്കൂറിൽ എത്തേണ്ട ഞാൻ 1.25 മണിക്കൂറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ അവിടെ ഒരു മെയിൻ പാലം അടച്ചത് കൊണ്ടിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്തോ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ ഈ കേക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ക്രം കോട്ട് ചെയ്തിട്ട്, കാരണം കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ആ കേക്ക് അവിടെ എത്തിച്ചു എന്ന് പറയാം കേട്ടോ, കാരണം അത്രയും വശം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വരുന്നത് നമ്മളുടെ ബേക്കേഴ്സിലേക്കാണ്. നമ്മളുടെ എല്ലാ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ്. കാരണം നമ്മളിപ്പോൾ ഇവിടം വരെ വരുവാണല്ലോ, എറണാകുളം വരെ വരുന്നത് കൊണ്ടിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഷുഗർ ബീറ്റ്സൊക്കെ ഒരുമാതിരി എല്ലാം തീർന്നിരിക്കുമായിരുന്നു. മിക്കപ്പോഴും ഞാൻ വരുമ്പോഴേക്കും തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വാങ്ങുന്നൊന്നും കിട്ടാറില്ല. അപ്പോൾ ഞാനതൊക്കെ എല്ലാം അത്യാവശ്യം എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ മെഷറിംഗ് കപ്പ് എടുത്തു കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ 2-3 ടൈപ്പ് ഉണ്ടെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരെണ്ണം എടുത്തു. പിന്നെ സ്റ്റാൻഡിൻ്റെ കാര്യം ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡുകളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഡോനറ്റ് സ്റ്റാൻഡ്, പിന്നെ എൻ്റെ കയ്യിൽ തന്നെയുള്ള അക്രിലിക്കിൻ്റെ സ്റ്റാൻഡ്. ആ ഡോനറ്റ് സ്റ്റാൻഡിനൊക്കെ 350 എന്തോ റേറ്റ് ഉള്ളൂ, ഇതിന് 650 ആണ്. അക്രിലിക്കിൻ്റെയാണ് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഒരു ഫോം ബോർഡിൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാ സ്റ്റാൻഡ് അത്യാവശ്യം കുറച്ച് പുതിയതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയെല്ലാം നമ്മളെ ഹാമ്പർ ബോക്സാണ്, കുറേ ഉണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഹാമ്പറിൻ്റെ വർക്ക് കുറച്ചേ വരാറുള്ളൂ, അപ്പോൾ അതൊന്നും ഞാനങ്ങനെ എടുത്തില്ല. പിന്നെ നമ്മളുടെ ഡ്രീം കേക്കിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാൻഡ് ആണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ചുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഗോൾഡൻ കളറിലെ ഫോണ്ടൻ്റ് കേട്ടോ. ഇതാകുമ്പോഴേക്കും നമുക്ക് എളുപ്പമാണ്. ആൾ കുറച്ച് പിടി തരത്തില്ല, കാരണം പെട്ടെന്ന് ലൂസാകുന്ന ഒരു ടൈപ്പാണ്. എന്നാലും CMC ഒക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് ഇരുന്നോളും. പിന്നെ നമ്മളെ
ഇപ്പോഴും പറയുന്നത് നമ്മളെ ലിക്വിഡ് കളേഴ്സ് കേട്ടോ. ചാനൽ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ പുതിയ ആൾക്കാർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും ലിക്വിഡ് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കോമ്പൗണ്ട്സൊക്കെ എടുക്കുവാണ്, ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഒക്കെ. ഞാൻ യൂസ് ചെയ്യുന്നത് മോഡയാണ്. അപ്പോൾ ഡാർക്ക് കിട്ടി, പക്ഷേ വൈറ്റ് ഒരു 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വാൻലിയറിൻ്റെ എടുത്തു. വൈറ്റ് ഒരു 3 എണ്ണം മോഡയുടെയും പിന്നെ 2 എണ്ണം വാൻലിയറിൻ്റെ എടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അവിടെ ആ ഫ്ലോറിൽ നിന്ന് പോരുന്നതിന് മുന്നേ തന്നെ എനിക്ക് പുതിയ പെട്ടി പൊട്ടിച്ചിട്ട് അവർ തന്നു കേട്ടോ. അപ്പോൾ ഞാനിത് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഫ്ലവേഴ്സൊക്കെ എല്ലാം കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഗോൾഡൻ കളറിലെ സംഭവം കുറേ നാളായിട്ട് നോക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ എന്തോ കുറച്ചുകൂടെ റേറ്റ് കുറവാണ്. ഇതിപ്പോൾ ഒരു സ്റ്റിക്കിന് 100 രൂപയാണ്. പക്ഷേ ഓൺലൈനിൽ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഡെലിവറി ചാർജും കൂടി കൊടുക്കുമ്പോഴേക്കും ഇതിലും കൂടുതലാകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 സ്റ്റിക്ക് എടുത്തായിരുന്നു. പിന്നെ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബ്ലൂ കളറിലെ 1-2 ഷെയ്ഡ് നോക്കിയെടുത്തു. ആ ഒരു ബഞ്ചിന് 150 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ലീഫും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഫ്ലവറും ബ്ലൂ തന്നെ എടുത്തു. ബാക്കി കളേഴ്സൊക്കെ എല്ലാം അത്യാവശ്യം നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ എല്ലാം കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലൂ മാത്രം മതിയായിരുന്നത് കൊണ്ടിട്ട് ഞാൻ അതെടുത്തു കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് ഞാൻ നോക്കുന്നതാണ് ചെറിയ സ്പേസാണ്. വലുതൊരെണ്ണം കയ്യിലുണ്ട്, പക്ഷേ ഇത് 5 ഇഞ്ച് എന്തോ ആണെന്ന് തോന്നുന്നു. അതൊരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് അത് കണ്ടു. ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് വേണ്ടി വെച്ചതുപോലെ അതങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് നമ്മളുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു. ഈ യെല്ലോ ആണ് എടുത്തത്. ഞാനിപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ കളർ എടുക്കും. അപ്പോൾ നമുക്ക് മിക്സാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ എന്തെങ്കിലും ഡെസേർട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാധനമായിട്ട് എനിക്ക് തോന്നിയത്. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ ഈ എന്താ പറയുക ഡ്രീം കേക്കൊക്കെ ചെറുതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും, ഡ്രീം കേക്ക് അല്ലാന്ന് തോന്നുന്നു, വേറെ എന്തെങ്കിലും ഡെസേർട്ടൊക്കെ, കാരണം ലിഡിനാണല്ലോ ഹൈറ്റ് ഉള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എന്തായിരുന്നത്, ക്രഷ് ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ സ്പൈസസ് ഒന്നും വേണ്ടായിരുന്നു. ആകെ വേണ്ടത് കുറച്ച് ക്യാഷ്യൂ ആയിരുന്നു. അത് വാങ്ങിച്ചു. ക്രഷൊക്കെ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഞാൻ അതാണ് എൻ്റെ ട്രോളി കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന ഐറ്റംസൊക്കെ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നേരെ ബില്ല് ചെയ്യാൻ നിൽക്കുവാണ് കേട്ടോ. ഞാൻ പിന്നെ നിന്നാൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൂട്ടും. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മാത്രം എടുത്തിട്ട് പോരുവാണ്. പിന്നെ നമ്മൾ ഫിയോണയും വാങ്ങിച്ചു. ഫിയോണ തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഒരു ഫിയോണ ആറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോകുന്നതാണ്. അപ്പോൾ നേരെ ബേക്കേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ലൈം അടിച്ചു. പിന്നെ ഒരു കട്ട്ലറ്റും കൂടി കഴിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ സെറ്റായി. പിന്നെ നമ്മൾ പോവുകയാണ്. കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം നമ്മൾ ഇതിലും കൂടുതൽ സാധനങ്ങളോടെ സ്ഥിരം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ചെന്നിട്ട് നമ്മളുടെ ഫിയോണ അങ്ങോട്ട് വെച്ചിട്ട് ഫ്രിഡ്ജൊന്ന് സെറ്റാക്കി. അപ്പോൾ തന്നെ സമാധാനമായിട്ട്. പിന്നെ നമ്മൾ ചെന്നിട്ട് നമുക്ക് വൈകിട്ടത്തേക്ക് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കാൻ വെച്ചു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ഫിനിഷ് കോട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് മുൻപ് ഉച്ചയായപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രം കോട്ടും കേക്കിൻ്റെ സ്പഞ്ച് നേരത്തെ റെഡിയാക്കിയായിരുന്നു. പിന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ച് സെറ്റായി. വൈകിട്ടായപ്പോഴേക്കും നമ്മൾ ഫിനിഷ് കോട്ടൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ച ആ ഗോൾഡൻ കളറിലെ സംഭവം ഞാൻ കേക്കിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്വന്തം ഡിസൈൻ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ആ വെക്കുന്ന വീഡിയോ എങ്ങനെയോ മിസ്സായിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേക്കും അത് എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരെയും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കേക്കിൻ്റെ പിക്ക് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ നേരെ വന്നിട്ട് വൈകിട്ടത്തേക്ക് നല്ല ഒരു 6:30 കൊടുക്കാനായിട്ട് ഈ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ലോങ് ആയിരുന്നു. പക്ഷെ നമ്മൾ കൊണ്ടേ കൊടുത്തു. വലിയ പ്രശ്നമില്ല. നമ്മളുടെ സ്ഥിരം വാങ്ങുന്നതാണ് കേട്ടോ. അവരുടെ എല്ലാ ഫംഗ്ഷനും നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഐറ്റംസൊക്കെ എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളോട് ഡെലിവറി ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വരുന്നത്. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്